ഈ വർഷത്തെ IPL മാച്ച് മാർച്ച് 22-ാം തീയതി നടക്കുന്നതല്ലേ? ഇന്ത്യൻ സമയം വൈകിട്ട് ഒരു 7:30 മണിയോടാണ് ഫസ്റ്റ് മാച്ച് തുടങ്ങുക. നമുക്ക് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് എങ്ങനെ ലൈവായിട്ട് മാച്ച് കാണാം എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതിനെന്തായാലും നമുക്കൊരു ആപ്ലിക്കേഷൻ ആവശ്യമാണ്. ആപ്ലിക്കേഷൻ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം, എങ്ങനെ അതിൽ മാച്ച് കാണാം എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് വഴി കയറിയാൽ മതി നമുക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ക്രോമിൽ ഇങ്ങനൊരു പേജ് ആയിരിക്കും ഓപ്പൺ ആയി വരുന്നത്. ഇവിടെ ഡൗൺലോഡ് APK എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ഞാൻ നേരത്തെ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനൊരു ഓപ്ഷൻ വരുന്നത്. ഇല്ല, നിങ്ങൾക്കത് ഡയറക്റ്റ് ഡൗൺലോഡ് ആവുകയാണ് ചെയ്യുന്നത്. എന്തായാലും ഞാൻ ഡൗൺലോഡ് ഒന്നുകൂടെ കൊടുക്കുകയാണ്. ഡൗൺലോഡ് ആയിട്ടുണ്ട്. മുകളിൽ നമുക്ക് ഓപ്പൺ എന്നൊരു ഓപ്ഷൻ കാണാം, അവിടെ ക്ലിക്ക് ചെയ്യുക. ഞാൻ ഓൾറെഡി ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് എനിക്ക് അപ്ഡേറ്റ് എന്ന് പറഞ്ഞ് വന്നേക്കുന്നത്. നിങ്ങൾക്ക് അവിടെ ഇൻസ്റ്റാൾ എന്നൊരു ഓപ്ഷൻ ആയിരിക്കും വരുന്നത്, അവിടെ ഇൻസ്റ്റാൾ കൊടുക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പെർമിഷൻ ചോദിക്കാൻ സാധ്യതയുണ്ട്, അതൊന്ന് അലോ ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഓൾറെഡി പെർമിഷൻ കൊടുത്തിട്ടുള്ളത് കൊണ്ടാണ് എനിക്ക് ആ ഒരു ഓപ്ഷൻ ചോദിക്കാൻ. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ആയിട്ടുണ്ട്, നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇതിപ്പോൾ ഫോണിൻ്റെ ഒരു സെക്യൂരിറ്റി സ്കാൻ ചെയ്യുന്നതിൻ്റെ ഒരു ഫീച്ചേഴ്സാണ്. അത് കഴിഞ്ഞ ശേഷം നമുക്കതൊന്ന് ഓപ്പൺ ചെയ്യാം. ആപ്പ് ഓപ്പൺ ആയി വരുമ്പം ഇങ്ങനൊരു ഇൻ്റർഫേസിലോട്ടാണ് വരുന്നത്. ഇവിടെ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് കാണാം. പക്ഷേ ഇതിൽ ഏത് ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്താലും ഒന്നിലോട്ട് തന്നെയാണ്, ഒരേ സൈറ്റിലോട്ട് തന്നെയാണ് ചെല്ലുന്നത്. നമുക്കിവിടെ FZ Real എന്ന് പറഞ്ഞാൽ ആദ്യം കണ്ട ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ജസ്റ്റ് താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്യുക. നേരത്തെ ഈ ആപ്ലിക്കേഷനകത്ത് പരസ്യമൊന്നുമില്ലായിരുന്നു. നേരത്തെ നമ്മൾ ആ FZ Real എന്ന് പറഞ്ഞ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് നേരിട്ട് ഈ മാച്ച് കാണുന്ന ആ ഒരു ലിങ്കിലോട്ടായിരുന്നു, ഇല്ലെങ്കിൽ ആ ഒരു ഓപ്ഷനിലോട്ടായിരുന്നു ചെന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇതിനകത്ത് പരസ്യം ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്തിട്ട് ആ കണ്ടിന്യൂ റീഡിങ് കൊടുക്കുക. അപ്പോൾ പിന്നെ അതുപോലൊരു പേജ് ഓപ്പൺ ചെയ്ത് വരും. ഒന്നുകൂടെ താഴോട്ട് സ്ക്രോൾ ചെയ്യുക. ഇവിടെ സ്റ്റാർട്ട് FZ Real എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ഒരു പരസ്യം വരുന്നുണ്ട്. അത് മുകളിൽ നമുക്ക് ആ ക്ലോസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അത് ക്ലോസ് ചെയ്യുക. അത് ചെയ്യുമ്പോഴത്തേന് നമുക്ക് അടുത്ത് ഇങ്ങനൊരു പേജിലോട്ടായിരിക്കും വരുന്നത്. ഇവിടെ നമുക്ക് ഇന്ത്യൻ പ്രീമിയം ലീഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്ത ഓപ്പണായി വരുന്ന പേജ് ഇത് ഇങ്ങനെ ആയിരിക്കും. ഇതിൽ 3 ചാനൽസാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഓരോ ചാനൽസിനും 3 ഓപ്ഷൻസ് വെച്ചുണ്ട്. അതായത് ക്വാളിറ്റി സെലക്ട് ചെയ്യുന്നതിൻ്റെ സ്റ്റാൻഡേർഡ്, HD, 4K എന്നാണ് 3 ഓപ്ഷൻസ്. അപ്പോൾ ഞാനിവിടെ ആദ്യം സ്റ്റാൻഡേർഡിലാണ് സെലക്ട് ചെയ്യുന്നത്, സ്റ്റാൻഡേർഡ് ക്വാളിറ്റിയിൽ. അപ്പോൾ വലിയ നെറ്റ് നമുക്ക് വലിയ യൂസേജ് പോകത്തില്ല. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ചെറുതായിട്ടൊന്ന് ലോഡ് ചെയ്ത ശേഷം നമുക്കിത് മാച്ച് ഓപ്പൺ ആയി വരും. ഇത് പഴയ മാച്ചിൻ്റെ ഹൈലൈറ്റ് ആണ് ഈ കാണിക്കുന്നത്. കാരണം നമ്മുടെ മാച്ച് 22-ാം തീയതി വൈകിട്ടിൽ സ്റ്റാർട്ട് ചെയ്തു. അതിനു മുമ്പ് അതിനകത്ത് പഴയ നടന്നുകൊണ്ടിരുന്ന മാച്ചുകളാണ് ഹൈലൈറ്റ് ആയിട്ട് കാണുന്നത്. ഇതിൽ നമുക്ക് മാച്ച് മാത്രമല്ല കാണാൻ സാധിക്കുക. നമുക്ക് ജസ്റ്റ് പുറകോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് OTT റിലീസ് ആകുന്ന ഫിലിംസ് എല്ലാം ഇതിനകത്ത് നമുക്ക് കിട്ടുന്നുണ്ട്, അപ്പോൾ തന്നെ കിട്ടും. അതെങ്ങനെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കുക. നമ്മൾ നേരത്തെ ഇന്ത്യൻ പ്രീമിയം ലീഗാണ് സെലക്ട് ചെയ്തത്. അതിന് തൊട്ട് മുകളിൽ FZ Real എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. നേരത്തെ നമ്മൾ ലൈവായിട്ട് മാച്ച് വാച്ച് ചെയ്യാൻ ഉപയോഗിച്ചത് ഇന്ത്യൻ പ്രീമിയം ലീഗ് എന്ന് പറയുന്ന ഓപ്ഷൻ ആയിരുന്നു. ഇപ്പോൾ സിനിമ ഡൗൺലോഡ് ചെയ്യാനാണെങ്കിൽ അതിന് തൊട്ട് മുകളിലുള്ള FZ Real എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അത് കഴിയുമ്പോൾ ഇങ്ങനൊരു പേജ് ആയിരിക്കും ഓപ്പൺ ആയി വരിക. ഇതിൽ നമുക്ക് 6 ലാംഗ്വേജ് അവൈലബിൾ ആണ്: മലയാളം, തമിഴ്, ഹിന്ദി, ഇംഗ്ലീഷ്, തെലുങ്ക്, കന്നഡ. ഇപ്പം ഞാൻ ജസ്റ്റ് മലയാളം ഒന്ന് കാണിച്ചു തരാം. മലയാളത്തിൽ ക്ലിക്ക് ചെയ്യുക. അപ്പം അടുത്ത ഓപ്പൺ ആയി വരുന്ന ഇങ്ങനൊരു പേജ് ആയിരിക്കും. ഇതിൽ കണ്ടില്ല, നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ആയ ഓഫീസർ ഓൺ ഡ്യൂട്ടി വരെ നമുക്ക് അവൈലബിൾ ആണ്. ഇനി എൻ്റെ മുകളിൽ 2 ഓപ്ഷൻസ് ഉണ്ട്, സൈസും ലാംഗ്വേജും. നമുക്കിവിടെ സൈസ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. കുറഞ്ഞ സൈസ് ഏറ്റവും 400 MB ആണ് കുറഞ്ഞ സൈസ്. 400 തൊട്ട് 1.5 GB വരെ അവൈലബിൾ ആണ്. അതുപോലെ റൈറ്റ് സൈഡിൽ ലാംഗ്വേജും നമുക്ക് ഇവിടെ നിന്ന് ഈ പേജിൽ നിന്ന് തന്നെ നമുക്ക് ലാംഗ്വേജ് ചേഞ്ച് ചെയ്യാനും സാധിക്കും. കൂടാതെ എൻ്റെ മുകളിൽ നമുക്ക് സെർച്ച് ബാറും അവൈലബിൾ ആണ്. നമുക്ക് ഇഷ്ടമുള്ള മൂവീസ് നമുക്ക് സെർച്ച് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻസും ഉണ്ട്. ഇനി ഞാൻ എങ്ങനെ ഒരു ഫിലിം ഡൗൺലോഡ് ചെയ്യുന്നത് കാണിച്ചു തരാം. അതിനുവേണ്ടി ജസ്റ്റ് ഞാൻ ഓഫീസ് ഓൺ ഡ്യൂട്ടിയിൽ ക്ലിക്ക് ചെയ്തു. ഇങ്ങനൊരു പേജിലോട്ടാണ് ഓപ്പൺ ആയി വരുന്നത്. ഇതിൽ സെർവർ 1, 2, 3 3 ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഏതെങ്കിലും ക്ലിക്ക് ചെയ്യാം. ഞാൻ സെർവർ 1 ആണ് ക്ലിക്ക് ചെയ്തത്. അതിൽ തന്നെ നമുക്ക് ഓൺലൈനായിട്ട് കാണാനും സാധിക്കും, ഡൗൺലോഡ് എന്ന് പറയുന്ന ഓപ്ഷനും കാണിക്കും. ഡൗൺലോഡിൽ കൊടുത്തു കഴിഞ്ഞാൽ 2 ഡൗൺലോഡറാണ് നമുക്കുള്ളത്. ഒന്ന് ഡിഫോൾട്ട് ഡൗൺലോഡർ, അത് നമ്മുടെ ഫോണിൻ്റെ ഡൗൺലോഡറാണ്. അത് കൂടാതെ ചൂസ് ഡൗൺലോഡർ, അത് സെലക്ട് ചെയ്താൽ നമ്മൾ നേരെ ക്രോമിലോട്ടായിരിക്കും പോകുന്നത്. ക്രോമിൽ നിന്നായിരിക്കും ഡൗൺലോഡ് ചെയ്യുന്നത്. അപ്പോൾ അത് ഞാൻ കാണിക്കുന്നില്ല, ഞാൻ ഓൾറെഡി ആ സിനിമ ഞാൻ ഡൗൺലോഡ് ചെയ്ത് കണ്ടായിരുന്നു, അതുകൊണ്ടാണ് കാണിക്കാൻ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഫിലിം ഡൗൺലോഡ് ചെയ്യുന്നത്. കൂടാതെ നമുക്ക് ഈ ആപ്ലിക്കേഷനകത്ത് ലൈവ് TV അവൈലബിൾ ആയിരുന്നു. ഇപ്പോൾ ഏഷ്യാനെറ്റ്, സൂര്യ അങ്ങനെയുള്ള ചാനൽസ്, അത് മാത്രമല്ല തമിഴ് സ്പോർട്സ് ചാനൽ എല്ലാം അവൈലബിൾ ആയിരുന്നു. പക്ഷേ ഇപ്പം അപ്ഡേഷൻ്റെ ഭാഗമായിട്ടാണെന്ന് തോന്നുന്നു ഇപ്പം നമുക്കത് കിട്ടുന്നില്ല. പക്ഷേ അതെങ്ങനെ എടുക്കുന്നത് വെച്ചാൽ നമ്മൾ ജസ്റ്റ് ബാക്ക് അടിച്ച് ഈ പേജിലോട്ട് വരിക.
ഇവിടെ മലയാളം എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇത് ഓപ്പണായി വരുമ്പോൾ നമുക്കിവിടെ കുറേ ചാനൽ ലിസ്റ്റ് ചെയ്ത് കാണിക്കുമായിരുന്നു. ഇവിടെ ഏഷ്യാനെറ്റ്, സൂര്യ, കൈരളി, പിന്നെ ന്യൂസ് ചാനൽ, അങ്ങനെ കുറേ അവൈലബിൾ ആയിരുന്നു. മലയാളം മാത്രമല്ല, തമിഴുണ്ട്, അതുപോലെ സ്പോർട്സ് ചാനലുണ്ട്, അങ്ങനെ കുറേ TV ഇതിനകത്ത് അവൈലബിൾ ആയിരുന്നു. പക്ഷേ ഇപ്പം അപ്ഡേഷൻ്റെ ഭാഗമായിട്ടായിരിക്കണം, ഇതിപ്പോൾ കിട്ടുന്നില്ല, പക്ഷെ അധികം താമസിക്കാതെ വരും. അപ്പോൾ ഇങ്ങനെയാണ് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത്.